നമസ്കാരം. ഈ പലർക്കും ഉള്ള ഒരു സംശയം, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സംശയമാണ് ഞാൻ ഈ പറയുന്നത്. കാര്യം പലരും എന്നെ ഫോൺ ചെയ്ത് ഓരോ സംശയങ്ങൾ ചോദിക്കും, അല്ലെ വാട്സപ്പിൽ ഓരോ മെസ്സേജ് ഒക്കെ ഇടുമ്പോഴെല്ലാം ഈ ബോധ മനസ്സ് അല്ലെങ്കിൽ നമ്മുടെ ആത്മാവ്, ഉപബോധ മനസ്സ്, ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നു. എന്നാലും പൂർണ്ണമായിട്ട് ഒരു ഒരു അറിവ് അങ്ങോട്ട് കറക്റ്റായി വരുന്നില്ല. ഇത് പലർക്കുള്ള സംശയമാണ്. എല്ലാവർക്കും പല കാര്യങ്ങളും അറിയാം. ഇപ്പൊ ബോധ മനസ്സിനെ കുറിച്ച്, ഉപബോധ മനസ്സിനെ കുറിച്ചൊക്കെ പലയിടത്തുനിന്ന് കേട്ടിട്ടുണ്ട്, എല്ലാം ഓക്കെ. പക്ഷെ സിമ്പിളായിട്ട് ഇവർ തമ്മിലുള്ള ആ പ്രക്രിയകൾ എങ്ങനെയാണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ്, ശരിക്കും ഈ ചിലരെന്നെ വിളിച്ചിട്ട് വിഷമത്തോടെയൊക്കെ ചില കാര്യം പറയുമ്പോൾ ഈ അവരുടെ ആത്മാവ് എന്തോ ഒരു കടുങ്കൈ അവരോട് ചെയ്യുന്നത് പോലെയൊക്കെയാണ് അവരുടെ സംസാരം. കാരണം ഈ ആത്മാവ് ഇങ്ങനെ ദൈവോട്ട് അടുക്കാൻ ഇരിക്കുന്നത് കൊണ്ടാണല്ലോ നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കാത്തത്, അല്ലെങ്കിൽ ഈ ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് വരാത്തതുകൊണ്ടാണല്ലോ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചിലർക്ക് നിരാശയാണ്. അപ്പൊ ഇവരുടെയൊക്കെ ഒരു ധാരണ അത് അറിവില്ലായ്മയിൽ കൊണ്ടുള്ള ഒരു സാധനമാണ്. അപ്പൊ അതൊക്കെയാണ് ഞാനിപ്പോ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് എക്സാമ്പിളിലൂടെയൊക്കെ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഈ ആത്മാവെന്ന് പറയുന്നത് വേറെ എന്തോ ഒരു സാധനമാണ്, അല്ലെ വേറെ എന്തോ ഒരു മനസ്സ് നമ്മുടെ അകത്ത് ഉണ്ട്, അല്ലെ നമ്മളായിപ്പോയി എന്നൊക്കെയാണ് ചിലരുടെയൊക്കെ ഒരു വിശ്വാസം. ശരിക്കും ആത്മാവെന്ന് പറയുന്നത് വേറെ ആരുമല്ല, നിങ്ങൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ്, നിങ്ങളും നിങ്ങളുടെ ആത്മാവല്ല, നിങ്ങൾ തന്നെയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം. പക്ഷേ ഈ ബോധ മനസ്സ് എന്ന് പറയുന്ന ഒരു താൽക്കാലിക മനസ്സ്, ഇതൊരു പരീക്ഷണമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഇട്ട് വെച്ചേക്കുന്നതാണ്. നിങ്ങളിൽ തന്നെ അങ്ങ് താൽക്കാലികമായിട്ട് തന്നിരിക്കുന്ന കാര്യമാണ് ഈ ബോധ മനസ്സ് എന്ന് പറയുന്ന സാധനം. ശരിക്കും നിങ്ങളെന്ന് പറയുന്നത് ഉപബോധ മനസ്സാണ്. ഈ ഉപബോധ മനസ്സിലാണ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. ഈ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ ഈ ആത്മാവ് നിങ്ങളുമായി നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ തലച്ചോറിൽ വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും തന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യവും ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. നിങ്ങളെന്തോ ഈ കിളി പോയതുപോലെ ഇങ്ങനെ ഔട്ടായിട്ടിരിക്കും. ശരിക്കും ഉപബോധ മനസ്സ് ആണ് നിങ്ങളുടെ ഈ ഉപബോധ മനസ്സ്, അല്ലെ ഈ ആത്മാവിന്റെ മനസ്സ് നിങ്ങളെ സഹായിക്കുന്നത് കൂടാതെ നിങ്ങളായിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അപ്പൊ പിന്നെ ഈ ബോധ മനസ്സ് എന്താണ്? ഈ ബോധ മനസ്സെന്ന് പറയുന്നത് ഉപബോധ മനസ്സിനെ തെറ്റിക്കാനായിട്ട്, അല്ലെ പരീക്ഷിക്കാനായിട്ട് താൽക്കാലികമായി വെച്ചിരിക്കുന്ന ഒരു മനസ്സാണ്. ഇതിനെ ഞാൻ കുറച്ച് വിശദീകരിച്ച് പറഞ്ഞുതരാം. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നല്ല ഉറക്കം ഉറങ്ങുകയാണ്. അപ്പൊ നല്ല ഈ ഉറക്കത്തിൽ എപ്പോഴും ബോധ മനസ്സ് അനക്കമില്ലാതാവും, അതിന് വർക്കിംഗ് ഇല്ലാതാവും. അതാണ് ഈ ഉറക്കത്തിന്റെ പ്രത്യേകത. ഉറങ്ങാത്ത ഒരു ജീവജാലങ്ങളും ഇല്ല, ഒരു മനുഷ്യരുമില്ല. ഇത് പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഉറക്കം. കാര്യം ഈ ഉറക്കം ഇല്ല എന്ന് വിചാരിക്കുക. തൽക്കാലം ഉറക്കം എന്നുള്ള സാധനമില്ല, നിങ്ങൾ ഉറങ്ങണ്ട. പകരം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ ആയിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക എന്നാണ് പ്രകൃതി അല്ലെങ്കിൽ ദൈവം മനുഷ്യന് വെച്ചിരിക്കുന്ന ഒരു വ്യവസ്ഥയെങ്കിൽ ആർക്കും ഒരു കാര്യങ്ങളും നടക്കൂല. കാരണം ഈ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പോലും പലർക്കും അറിഞ്ഞുകൂടാ, അത് കിട്ടാൻ പാടുമാണ്. അത് ആത്മീയമായിട്ട് കുറച്ച് വളർന്നൊരു വ്യക്തിക്ക് ഈ കമ്മ്യൂണിക്കേഷൻ, അത് നമ്മുടെ മനസ്സുമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, ഇതാണ് ഇത്ര സംഭവം. നമ്മൾ തന്നെയാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ ആ ആത്മാവായ നമ്മളുമായി നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞാൽ ആർക്കും അത് സാധിക്കൂല. ആത്മീയത്തിൽ വളർന്ന ഒരു വ്യക്തിക്ക് അത് പറ്റും, മനസ്സിലായി വന്നാൽ പറ്റും. അപ്പൊ അതൊക്കെയാണ് നിങ്ങൾക്ക് ഞാനിപ്പോ മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നടക്കൂലെന്നും, എന്നാൽ ഈ ആത്മാവിന്റെ സഹായവും നിർദ്ദേശവും ഇല്ലാതെ ഈ വ്യക്തിക്ക് ഈ ഒരു കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും പ്രകൃതിക്കറിയാം, അല്ലെങ്കിൽ ദൈവത്തിന് അറിയാം. അതുകൊണ്ടാണ് ഈ ഉറക്കം എന്നുള്ള സാധനം കർശനമായി മനുഷ്യനല്ല എല്ലാ ജീവജാലങ്ങൾക്കും കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഉറക്കത്തിൽ എന്ത് സംഭവിക്കും? നമുക്ക് തന്നിരിക്കുന്ന ഈ താൽക്കാലിക മനസ്സ് ഈ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് വർക്കിംഗ് ഇല്ലാതാവും. ഒരു ബോധമില്ല, ബോധം ഇല്ല, ബോധം കെട്ട് ഉറക്കം എന്ന് പറയുന്നത് ഈ ബോധം ഇല്ലാതാവും. ഉറങ്ങുന്ന സമയത്ത് ബോധം ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത്, നല്ല ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ നാളെ എത്ര മണിക്ക് അവിടെ പോണോ, ഇവിടെ പോണോ, അല്ലെങ്കിൽ അച്ഛൻ ആര്, അമ്മ ആര്, മക്കളാര്, മക്കൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യം നിങ്ങൾ എവിടെ കിടന്ന് ഉറങ്ങുന്നത് പോലും നിങ്ങൾക്ക് ഓർമ്മ കാണില്ല. ആ മനസ്സാണ് ബോധ മനസ്സ്. ഇങ്ങനെയുള്ള ഭൗതികമായിട്ടുള്ള നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥകളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സാണ് നിങ്ങൾക്ക് ദൈവം തൽക്കാലമായി വെച്ചിരിക്കുന്ന ഈ ബോധ മനസ്സ്. ഇത് ഫുൾ അനക്കമില്ലാതായി കഴിഞ്ഞാൽ
നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്, ഈ ഭൂമിയിൽ തന്നെയാണോ, ഏത് വീട്ടിലാണ് എന്ന് പോലും നിങ്ങൾക്ക് ഒരു ഓർമ്മയോ അല്ല ഒന്നും അറിഞ്ഞുകൂടാത്തൊരവസ്ഥയാണ്. അപ്പൊ ഇതെല്ലാം നിൽക്കുന്നതല്ല ഈ ബോധ മനസ്സിലാണ്. അതാണ് ഈ പൂർണ്ണ ഉറക്കത്തില് നമുക്കിതൊന്നും അറിഞ്ഞുകൂടാ. നമ്മള് ശരിക്കും വേറൊരു ലോകത്തോട്ട് പോവുകയാണ്. ആ പോകുന്നതാണ് ഉപബോധ മനസ്സ്. അപ്പൊ ബോധത്തിൽ ഒന്നുമില്ല. ആ സമയത്ത് ഒരാൾ തട്ടി വിളിച്ചു ഉണർത്തി നോക്ക്, അവൻ ചാടി കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് ഞാൻ എവിടെ കിടക്കുന്നു, ഇത് വീടാണോ, ഞാൻ ഇങ്ങോട്ടാണോ തലവെച്ച് കിടന്നത്, അങ്ങോട്ടാണോ, ഒന്നും കുറച്ചു നേരത്തേക്ക് ഔട്ടായിരിക്കും, ബ്ലാങ്ക് ആയിരിക്കും. കാരണം എന്താണ്, നമ്മളെ ബോധം ഫുൾ ഉറങ്ങിയിരിക്കുകയും ഇപ്പോ ആ ഉറക്കത്തിൽ ഉപബോധ മനസ്സാണ് ആക്റ്റീവായിട്ടിരിക്കുന്നത്. ഈ ഉപബോധ മനസ്സ് ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് ബോധതലത്തിലുള്ള നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഈ ജന്മത്തിലുള്ള സകല കാര്യങ്ങളും മറന്നു പോകും. പകരം ഉപബോധ മനസ്സ് ആക്റ്റീവായിട്ട് എന്താണോ ഉപബോധ മനസ്സ് നിർദ്ദേശം തരുന്നത്, അല്ലെ ഉപബോധ മനസ്സ് എന്താണ് പ്രവർത്തിക്കുന്നത്, ആ സമയത്ത് ഇത് തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ബോധത്തിലൊന്നുമില്ല. ഉണർന്നു കഴിയുമ്പോഴാണ് പിന്നെ ബോധം ഉണരാൻ തുടങ്ങും. ബോധം ഉണരാൻ തുടങ്ങുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന് നമ്മൾ ഇവിടെ കിടക്കുകയായിരുന്നു, ഇതിന്റെ വീട്, രാവിലെയായി, അയ്യോ ജോലിക്ക് പോകണം. ഇങ്ങനെയൊക്കെ ബോധം ഉണരുമ്പോഴാണ് നമുക്കും ബോധം വരുന്നത്. അപ്പൊ ഇത്രയും നേരം ഉറക്കത്തിൽ എന്തായിരുന്നു, ബോധമില്ല. അപ്പോഴേ പക്ഷെ എന്തുണ്ടായിരുന്നു, ഉപബോധ മനസ്സ് ആക്റ്റീവായിരുന്നു. ഈ സമയത്താണ് ഉപബോധ മനസ്സ് നിങ്ങളുടെ തലച്ചോറിൽ നാളത്തെ കാര്യങ്ങളെക്കുറിച്ചും ബാക്കി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം, കാര്യങ്ങൾ എങ്ങനെ, ഇതെല്ലാം നിർദ്ദേശം തരുന്നതെല്ലാം ഈ ഉറക്ക സമയത്താണ് ആത്മാവ് നമ്മുടെ തലച്ചോറിൽ അടുത്ത പിറ്റേ ദിവസത്തെ കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻ തരുന്നത്. ഈ ഇൻഫർമേഷൻ വെച്ചാണ് നമ്മൾ പിറ്റേ ദിവസം മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നത്. പിറ്റേ ദിവസം രാത്രി ഉറങ്ങും. ഈ ഉറക്ക സമയത്ത് ഉപബോധ മനസ്സ് നമ്മുടെ തലച്ചോറിൽ ഇൻഫർമേഷൻ കൊടുക്കും. പിന്നെ നമ്മൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞ എല്ലാ ജീവജാലങ്ങളും ഭൂമിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മനസ്സ് നമ്മുടെ തലച്ചോറിൽ കൊടുക്കുന്ന നിർദ്ദേശങ്ങളും സിഗ്നലും അനുസരിച്ചാണ് പിറ്റേ ദിവസത്തെ കാര്യം നടക്കുന്നത്. അതുകൊണ്ടാണ് ഉറങ്ങിയിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോ സിഗ്നൽ കിട്ടി, കാര്യങ്ങൾ കിട്ടി, നമ്മൾ പിറ്റേ ദിവസം രാത്രി ഉറങ്ങിയില്ല. ആ ഉറങ്ങാതെ മുന്നോട്ട് പോകുമ്പോൾ ശരിക്കും തലേ ദിവസം അല്ലെങ്കിൽ ഉറങ്ങിയ സമയത്ത് ആത്മാവ് കൊടുത്ത നിർദ്ദേശങ്ങൾ അനുസരിച്ച് പിറ്റേ ദിവസവും കാര്യങ്ങളൊക്കെ ഏതാണ്ടായി. അതിന്റെ പിറ്റേ ദിവസം പോകുന്നു. പക്ഷെ കൂടുതൽ നിർദ്ദേശങ്ങൾ ഉള്ളിൽ നിന്ന് കിട്ടുന്നില്ല. കിട്ടാതെ വരുമ്പോൾ തലച്ചോറ് കൺഫ്യൂസ്ഡ് ആവും. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം. അപ്പം സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ മനസ്സ് ഈ ബോഡി എന്ത് ചെയ്യും, ആ മയക്കത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്തിനാണ് അങ്ങനെ കൊണ്ടുപോകുന്നത്, അടുത്ത എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ചെയ്യണം എന്ന നിർദ്ദേശം ആത്മാവിൽ നിന്ന് കിട്ടാൻ വേണ്ടി പ്രകൃതി വെച്ചിരിക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ കിറുക്കം. ആ ഹാഫ് മൈൻഡ് ആയി പോണതാണ്. ഇത് നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റൂല. ഇതിപ്പോ ഒരു ദിവസം ഓക്കെ, രണ്ടാമത് ദിവസവും നമുക്ക് അങ്ങനെ പിടിച്ചു നിർത്താൻ, നമ്മൾ എപ്പോഴെങ്കിലും കിറുങ്ങിയിരിക്കും. ആ കിറുക്കത്തിൽ ആത്മാവുമായിട്ട് കണക്ട് ആയി ഇൻഫർമേഷൻ വാങ്ങിച്ചു ഇരിക്കും. എങ്കിൽ ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കിളി പോയി നമ്മൾ മെന്റലായി പോകും. നമുക്ക് വട്ട് പിടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ആയി പോകും. ആ ഇൻഫർമേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. ഇൻഫർമേഷൻ കിട്ടിയാലേ നമുക്ക് അടുത്ത കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ ഒന്നും നടക്കൂല. ഇതാണ് ഈ ഉപബോധ മനസ്സ്, നമ്മൾ ആത്മാവെന്ന് പറയുന്നത്. അപ്പൊ ഈ ആത്മാവെന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ തന്നെയാണ്. ഇത് കമ്മ്യൂണിക്കേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു കാര്യങ്ങളും നടക്കൂല എന്ന് മനസ്സിലാക്കണം. ഇനി ഈ ആത്മാവിനെ ഭൂമിയിൽ അയച്ചു, അല്ലെങ്കിൽ നിങ്ങളെ ഭൂമിയിൽ അയച്ചു. ഇപ്പൊ നിങ്ങളെ ഭൂമിയിൽ അയച്ചു എന്ന് പറയുമ്പോൾ നിങ്ങളെ എന്ന് പറയുമ്പോൾ ഈ ആത്മാവാണ്, വേറൊന്നുമല്ല. നിങ്ങൾ തന്നെയാണ് ഈ ആത്മാവ്. ഭൂമിയിൽ വന്നു. പക്ഷേ ഭൂമിയിൽ വന്ന് ചില കാര്യങ്ങൾ പഠിക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് 3 ഡയമെൻഷനിലുള്ള ഒരു ശരീരവും കാര്യങ്ങളൊക്കെ വേണം. അതിനു വേണ്ടി തൽക്കാലികമായി വരുന്നതാണ് ഈ ശരീരം. അതോടൊപ്പം തന്നെ ഈ ആത്മാവിനെ പരീക്ഷിച്ച് പഠിപ്പിക്കാനായിട്ട് താൽക്കാലികമായി വരുന്ന മറ്റൊരു മനസ്സാണ് ഈ ബോധ മനസ്സ്. അപ്പൊ ബോധ മനസ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. നമ്മുടെ ഈ ബോധ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ശത്രുവാണ്. എന്തിനാണ് ഈ ബോധ മനസ്സിനും കൂടെ തരുന്നത്? ഈ ആത്മാവിനെ മാത്രം വിട്ടിട്ട് മുന്നോട്ട് പോയാൽ പോരെ. അപ്പൊ അവിടെ പരീക്ഷണം വരുന്നില്ല. ഈ ബോധ മനസ്സിലാണ് ഈ പരീക്ഷണം കിടക്കുന്ന അത്രയും. കാര്യം ബോധ മനസ്സിലാണ് ഈ അദൃശ്യ ശക്തികളായ അസുര ശക്തികളും പൈശാച ശക്തികളും പ്രലോഭനം നൽകുന്ന അത്രയും ഈ ബോധ മനസ്സിനാണ്. അല്ലാതെ ആത്മാവിനായിട്ട് പ്രലോഭിക്കാൻ പറ്റില്ല. ബോധ മനസ്സിനെയാണ് പ്രലോഭിപ്പിക്കുന്നത്. ഈ ബോധ മനസ്സിനെ പ്രലോഭിപ്പിച്ചിട്ട് ആ പ്രലോഭത്താൽ ആത്മാവും കൂടെ പതുക്കെ കാലുമാറി അല്ലെങ്കിൽ വഴി തെറ്റുന്നുണ്ടോ എന്ന് അറിയാനുള്ളൊരു പരീക്ഷണമാണ് ഈ ബോധ മനസ്സ്. അപ്പൊ ഈ ബോധ മനസ്സിന്റെ ആകർഷിച്ച് നമ്മൾ ആ ബോധത്തിൽ ഭയങ്കരമായ പ്ലാനുകളും കുതന്ത്രങ്ങളും ഒക്കെ പ്ലാൻ വരുന്നതെല്ലാം ഈ അദൃശക്തികൾ നമ്മുടെ ബോധ മനസ്സിലൂടെ നമ്മളെ പരീക്ഷിക്കാൻ വരുന്ന ഇൻഫർമേഷൻസിലാണ്. അപ്പൊ ഇതനുസരിച്ച് നമ്മളങ്ങ് ചെയ്തു കൊടുത്താൽ അതിനർത്ഥം നമ്മൾ പറഞ്ഞ ആരാണ്? നമ്മൾ ആത്മാവ്. അപ്പൊ ആത്മാവ് ചെയ്തതിന് തുല്യമായി. ഇതാണ് പ്രശ്നം പറ്റണത്. ഇല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ആത്മാവിനെയും കൊണ്ട്
ഫോഴ്സ് ചെയ്ത് ആ കാര്യം ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് മനസ്സോടെ നമ്മൾ ആ കാര്യം ചെയ്യുന്നു എന്ന് പലർക്കും തോന്നുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞ ഇപ്പൊ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ആയിട്ട് ഒരാൾ കയറി, ആദ്യകാലത്തൊക്കെ പെർഫെക്റ്റ് നീറ്റായിരുന്നു, കൈക്കൂലിയൊന്നും വാങ്ങിക്കില്ല. പക്ഷെ അപ്പുറത്ത് ഇപ്പുറത്ത് ഒരു കൈക്കൂലിയൊക്കെ വാങ്ങിക്കുകയും പണം സമ്പാദിക്കുകയും ചെയ്യുന്നത് കാരണം, അല്ലെങ്കിൽ മറ്റുള്ള ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ കർശന അവരുടെ ഭീഷണിയും അല്ലെങ്കിൽ അവരുടെ നിയന്ത്രണത്താൽ ഈ വ്യക്തിക്കും കൈക്കൂലിയും കാര്യങ്ങളും വാങ്ങിക്കേണ്ടി വരുമ്പോ സാഹചര്യത്താൽ, എന്ത് സാഹചര്യം? അതാണ് മനസ്സിൽ താൽക്കാലിക സാഹചര്യം. ഈ ജോലി, ഗവൺമെന്റ് ജോലി അല്ലെങ്കിൽ വരുമാനത്തിൽ താൽക്കാലികമല്ലേ? നമ്മൾ പഠിക്കാനായി ഭൂമിയിൽ വരുമ്പോൾ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോയാലേ നമുക്ക് ആത്മാവിനെ അല്ലെങ്കിൽ നമുക്ക് ഭൂമിയിൽ പലതും പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിനുവേണ്ടി താൽക്കാലികമായി കിട്ടിയ ഒരു ജോലിയും താൽക്കാലികമായി കിട്ടിയ ഒരു വീടും അതിനുവേണ്ടി താൽക്കാലികമായി കിട്ടിയ ഭാര്യ, താൽക്കാലികമായി കിട്ടിയ മക്കൾ, ഇതൊക്കെ താൽക്കാലികമാണ്. പക്ഷെ നമ്മൾ ഇവരെയൊക്കെ നോക്കാൻ, അല്ല അവരെന്ത് വിചാരിക്കില്ല, നമ്മളുടെ കാര്യങ്ങൾ ഓക്കെ ആകില്ല എന്നൊക്കെ പേടിച്ച് നമ്മൾ മറ്റുള്ളവരെ പോലെ കൈക്കൂലി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അഴിമതി ചെയ്യുകയോ ചെയ്യുമ്പോൾ, നമ്മൾ കേട്ടിട്ടില്ലേ, മനസ്സോടെ എനിക്കത് ചെയ്യേണ്ടി വന്നു, ഞാനും അങ്ങനെയൊക്കെ ചെയ്തു പോയി എന്ന് പറയുന്നില്ലേ? ഇതിനെയാണ് നമ്മുടെ ആത്മാവിനെ നമ്മൾ ബലാത്കാരമായി തെറ്റ് ചെയ്യുന്നു, പാപം ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പം ആത്മാവാതിരുന്നുകൊണ്ട് വേണ്ട, നീ ചെയ്യില്ലേ, നീ ചെയ്താൽ ഞാൻ ചെയ്തു, അതിന് തുല്യം. കാരണം ഞാനാണല്ലോ ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ ആത്മാവെന്ന് പറയുന്നത് അല്ല ഞാനാണ്. അപ്പൊ ഞാൻ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ രണ്ടാമത്തെ മനസ്സായ അല്ലെ ആത്മാവ് അകത്തിരുന്നും കൊണ്ട് ആത്മാവ് നമ്മളിലൂടെ സംസാരിക്കുന്നത്, ഉപബോധ മനസ്സിലൂടെ പറയുന്നതാണ് വേണ്ട. പക്ഷെ നമ്മളുടെ ബോധ മനസ്സിന്റെ ആ കാര്യലാഭത്തിനും സിറ്റുവേഷൻ നോക്കി നമ്മൾ വേണ്ടാതെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആത്മാവ് നമ്മളിലൂടെ ആ തെറ്റ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പൊ അതിന്റെ ശിക്ഷ പിന്നെ അനുഭവിക്കേണ്ടി വരും. ചിലപ്പോൾ ഈ ഭൂമിയിൽ തന്നെ അനുഭവിക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം വിട്ട് നമ്മൾ തന്നെ നമ്മുടെ ശരീരം വിട്ട് എനർജിയായി മാറിക്കഴിയുമ്പോൾ ആ എനർജിയിലൂടെ പല അനുഭവങ്ങളും ശിക്ഷകളും വേദനകളും ഈ ഫീൽ, അതൊക്കെ എനർജി, നമ്മുടെ ആത്മാവാണല്ലോ ഈ അനുഭവങ്ങളൊക്കെ അനുഭവിക്കുന്നത്. ആത്മാവിനും അനുഭവങ്ങൾ കിട്ടും. ഇതെല്ലാം മറ്റ് ഡയമെൻഷനിൽ പോയി അനുഭവിക്കേണ്ടി വരും. അതാണ് ഈ നരകം എന്നൊക്കെ പറയുന്നത്. അല്ല അങ്ങനൊരു സ്ഥലമൊന്നുമില്ല. ചില വേദനകളും കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരുന്നു. അപ്പൊ ഇതിന്റെ കാരണം നമ്മൾ എന്ന് പറയുന്ന നമ്മുടെ ആത്മാവ് ഭൗതികമായി വരുന്ന പ്രലോഭനങ്ങളിലും അതിലും മുഴുകി അവിടെ അപ്പൊ ശരിക്കും എന്താണ് വേണ്ടത്? തല പോയാലും ജീവൻ പോയാലും എനിക്ക് നേരും നിറയും അല്ലെങ്കിൽ സത്യം നീതി ചെയ്യണം എന്ന് പറഞ്ഞ് ഉറച്ചു നിന്നിരുന്നെങ്കിൽ ഈ പ്രശ്നം വരില്ലായിരുന്നു. അപ്പൊ ഉറച്ചു നിൽക്കാതെ താൽക്കാലികമായി കിട്ടിയ മനസ്സും താൽക്കാലികമായ വീടും താൽക്കാലികമായി കിട്ടിയ ജോലിക്കും വേണ്ടി തെറ്റ് ചെയ്യാൻ പോയതാണ് ഇവിടെ തെറ്റിപ്പോണത്. അതാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അപ്പൊ ഈ തെറ്റ് ചെയ്യുന്നോ ഇല്ലയോ, അതായത് തെറ്റിപ്പോകുമോ, പ്രലോഭനങ്ങൾ നല്ല രീതിയിൽ മുറുകുമ്പോൾ ഇവൻ തെറ്റിപ്പോകുന്നോ എന്ന് അറിയാനായിട്ട് പരീക്ഷണാർത്ഥമാണ് പ്രകൃതി നമുക്ക് ഈ താൽക്കാലിക മനസ്സങ്ങ് തന്നേക്കുന്നത്. ഇത് മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് കാണാമല്ലോ, ചില കാര്യങ്ങൾ കാണാമല്ലോ, ദൂരെയുള്ള കാര്യങ്ങൾ കാണാം. അപ്പൊ നമ്മുടെ കണ്ണിന്റെ തൊട്ട് ഫ്രണ്ടിൽ ഈ കാഴ്ചയുണ്ട്, അതിന്റെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒരു നെറ്റ് കൊണ്ടുവന്ന് വെച്ചാൽ, ആ നെറ്റില് നല്ല പടമുള്ള ഒരു സുഷിരമൊക്കെ ഉള്ള നെറ്റ് നമ്മളെ കണ്ണിന്റെ ഫ്രണ്ടിൽ കൊണ്ട് വെച്ചാൽ നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് നെറ്റും കാണാം, ഒന്നും സൂം ചെയ്ത് ആ ഹോളിനകത്തൂടെ അപ്പുറത്തെ കാര്യങ്ങളെല്ലാം കാണില്ല. അപ്പൊ അപ്പുറത്തെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നെറ്റ് അങ്ങ് ബ്ലറാവും. നമ്മൾ ആ നെറ്റിന്റെ ഹോളുകളുടെ ഇടയിലൂടെ അപ്പുറം കാണണം. എന്നാൽ കണ്ണൊന്ന് സൂം ചെയ്ത് നമുക്ക് നെറ്റ് നോക്കിക്കൊണ്ടിരുന്ന അപ്പുറം ബ്ലറാവും, അപ്പുറം ഇല്ല. പിന്നെ നെറ്റിലെ പടങ്ങളും നെറ്റിലുള്ള കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് കോൺസെൻട്രേഷനിലൂടെ അല്ലെങ്കിൽ ആ ചിന്തയിലൂടെ നമ്മുടെ ബോധ മനസ്സിനെയും നമുക്ക് അറിയാൻ പറ്റും. ഒന്നുകൂടി കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ഉള്ളിലോട്ട് ചിന്തിച്ചാൽ നെറ്റിനപ്പുറത്തുള്ള കാഴ്ചകൾ കാണുന്നത് പോലെ നമ്മുടെ ആത്മാവ് അല്ലെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള നമ്മുടെ മനസ്സിന്റെ ചിന്തകളും ഇൻഫർമേഷനും ഒന്ന് തിരിച്ചറിയാനും പറ്റും. ഇതാണ് ശരിക്കുള്ള കാര്യം. അപ്പം ഈ കാഴ്ച ശരിക്കുള്ള കാഴ്ചയാണ്, ശരിക്കുള്ള കാഴ്ച. പക്ഷെ ഇടയ്ക്ക് എന്തിനാണ് ഈ നെറ്റ് കൊണ്ട് വെച്ചേക്കുന്നത്? ഈ നെറ്റിനെ മറികടന്ന് ആ ഹോളുകളുടെ ഇടയിലൂടെ അപ്പുറത്തെ കാര്യങ്ങൾ കണ്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നമ്മുടെ പരീക്ഷണം. ഇപ്പൊ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, മത്സരത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ, ഈ ചാക്ക് റേസ്, ചാക്ക് കാലി കെട്ടിയിട്ട് ചാടി ആദ്യം ആരെത്തുന്നു അവർക്ക് പ്രൈസ്. എന്തിന് ചാക്കില്ലാതെ ചാടിയാ പോലെ? ഈ ചാക്കിനെ അതിജീവിച്ച്, ആ ചാക്കുണ്ട് അത് കെട്ടണം, പക്ഷെ ആ ചാക്കോടുകൂടി ആരാണോ ചാടി ജയിച്ച് അപ്പുറത്തെത്തുന്നത് അവനല്ലേ പ്രൈസ്. അതുപോലെയാണ് കാഴ്ചയുണ്ട്, നമ്മളുണ്ട്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ ആത്മാവ്, അത് നമ്മൾ തന്നെയാണ്, നമ്മുടെ ബോധ മനസ്സും ഒക്കെ ഉണ്ട്.
പക്ഷെ ഈ ചാക്കാണ് ഈ ബോധമനസ്സ് അല്ലെങ്കിൽ ഈ നെറ്റ് ഇടയിൽ കൊണ്ട് വെച്ചേക്കുന്ന നെറ്റ്. അപ്പൊ ഈ നെറ്റാകുന്ന ബോധമനസ്സിനെ അതിൽ നോക്കി അതിന്റെ കാര്യങ്ങൾ കണ്ടിരിക്കാതെ അല്ലെങ്കിൽ അതിന്റെ ഇൻഫർമേഷനൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാതെ അതിന്റെ ഇടയിലൂടെ സൂക്ഷ്മീകരിച്ച് അപ്പുറത്തൂടെ നോക്കി അപ്പുറത്തെ കാര്യങ്ങൾ കണ്ട് യഥാർത്ഥത്തിലുള്ള കാര്യം കണ്ട് ചെയ്യാനാണ് നമ്മുടെ പരീക്ഷണം. അപ്പം എന്തിനാണ് അത് എങ്ങനെയാണ് നമുക്ക് നെറ്റിന് അപ്പുറത്തൂടെയുള്ള കാര്യങ്ങൾ നെറ്റിന്റെ ഇടയിലൂടെ അപ്പുറത്ത് അല്ലെങ്കിൽ നമ്മൾ കോൺസെൻട്രേഷനിലൂടെ ചിന്തകളെ ചിന്തിച്ച് ആ നെറ്റാകുന്ന ബോധമനസ്സിനെ മറികടന്ന് അപ്പുറത്തുള്ള കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി മുന്നോട്ട് ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ? അതിനു വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ധ്യാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ. ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ ആ ധ്യാനത്തെക്കുറിച്ച് അതെങ്ങനെയാണ് അതിനെക്കുറിച്ച് ഞാൻ അടുത്ത മെസ്സേജിൽ പറയാം. ഓക്കെ.